മലയാള യുവനടന്മാർക്കിടയിൽ തന്റേതായ ഇടം കണ്ടെത്തിയിട്ടുള്ള താരമാണ് ഷൈൻ ടോം ചാക്കോ. പേര് പോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചലച്ചിത്ര ലോകത്ത് ഷൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് താരം. തെലുങ്ക് സിനിമയെ വിറപ്പിക്കാൻ മലയാളി വില്ലൻ. മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ ഷൈൻ പ്രധാന വില്ലനായി എത്തുകയാണ്. മെഗാ 157 മനാശങ്കരവാര പ്രസാദ് ഗാരു എന്നാണ് ചിരഞ്ജീവിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേര്. മലയാളത്തിൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന താരം ചിരഞ്ജീവി ചിത്രത്തിലൂടെ അങ്ങ് തെലുങ്കിലും ഷൈൻ ചെയ്യുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അനിൽ രവിപുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നയൻതാരയാണ് നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ ടീസർ ചിരഞ്ജീവിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് പുറത്തുവിട്ടിരുന്നു. ഇതിനു മുൻപ് നാനിയുടെ ദസറയിലും നന്ദമൂരി ബാലകൃഷ്ണയുടെ ദാക്കു മഹാരാജിലും ഷൈൻ സുപ്രധാനമായ വേഷത്തിലെത്തിയിരുന്നു. എന്തായാലും ചിരഞ്ജീവിയുടെ വില്ലനായി ഷൈൻ എത്തുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആവേശം വാനോളമാണ്. അതേസമയം സൂത്രവാക്യമാണ് ഷൈനിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം. എന്നാൽ ഒരുപിടി ചിത്രങ്ങൾ ഷൈനിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുകയാണ്. അടികപ്പ്യാരെ കൂട്ടമണിയുടെ സംവിധായകനായ AG വർഗീസ് സംവിധാനം ചെയ്യുന്ന അടിനാശം വെള്ളപ്പൊക്കമാണ് അതിലൊന്ന്. അടികപ്പ്യാരെ കൂട്ടമണി പോലെ കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് വിവരം. ക്യാമ്പസ് ജീവിതം എങ്ങനെ ആഘോഷമാക്കാമെന്ന് കരുതുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുടെ ജീവിതത്തിനിടയിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ പ്രമോഷൻ വർക്കുകൾ ഇപ്പോൾ നടക്കുകയാണ്. ഡിസംബറോടെ ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് വിവരം. സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ മനോജ് കുമാർ KP ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മികച്ച ചിത്രങ്ങൾ ഒരുക്കി മലയാള സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് സൂര്യഭാരതി ക്രിയേഷൻസ്. തൃശൂരിൽ വച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പൂരനഗരിയെയും വടക്കുംനാഥനെയും സാക്ഷിയാക്കി ചിത്രത്തിന്റെ ടൈറ്റിൽ ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി തിടമ്പേറ്റിയിരുന്നു. നടി ശോഭനയാണ് തിടമ്പ് അനാച്ഛാദനം ചെയ്തു നൽകിയത്. R ജയചന്ദ്രൻ, SB മധു, താര അതിയേടത്ത് എന്നിവരാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ. ഷൈൻ ടോം ചാക്കോ, ബൈജു സന്തോഷ്, മഞ്ജു പിള്ള, അതുപോലെ തന്നെ ജോൺ വിജയും അശോകനും ബാബു ആന്റണിയും പ്രേംകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. അതേസമയം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നും പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നിന്നുമുള്ള തിരിച്ചുവരവിലാണ് ഷൈൻ ഇപ്പോൾ. ഇക്കഴിഞ്ഞ ജൂൺ 6-നായിരുന്നു ഷൈനിന്റെ പിതാവിന്റെ വിയോഗം സംഭവിക്കുന്നത്. ചികിത്സയുടെ ആവശ്യത്തിനായി ഷൈനും കുടുംബവും ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്നു. യാത്രക്കിടെയുണ്ടായ അപകടത്തിൽ ഷൈനിന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. സംഭവത്തിന് ശേഷം താൻ മദ്യപാനവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിച്ചെന്ന് ഷൈൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നടന്റെ വമ്പൻ തിരിച്ചുവരവിനായി നമുക്കും കാത്തിരിക്കാം.